ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഒരു ചെറിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ വന്നതാണ്. നമ്മുടെ ചാനൽ നല്ല രീതിയിലായിരുന്നു ചാനൽ പോയിക്കൊണ്ടിരുന്നത്. നമുക്കിതുവരെ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചാനലിന് അങ്ങനെ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും അടിച്ചിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചാനൽ പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഈ നെഗറ്റീവ് കമൻറ്റ് കാര്യങ്ങൾ വരും എന്നുള്ളതല്ലാതെ ചാനലിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഡോളറൊന്നും കയറുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന് വീഡിയോസ് ഇടാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ ചാനലിന് ഡോളർ അങ്ങനെ കയറാത്തതെന്നായിരുന്നു ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഡോളർ അങ്ങനെ കയറുന്നില്ല, നമുക്ക് 2-3 മാസമായിട്ട് നമുക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തതുകൊണ്ടായിരിക്കാം. നമ്മൾ പലരോടും ചോദിച്ചപ്പോഴൊക്കെ അങ്ങനെയാണ് പലരും പറഞ്ഞിരുന്നത്, വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ഒരു മെയിൽ വന്നിരുന്നു. മെയിൽ വന്നിട്ട് 2 ദിവസമായി. ഞങ്ങൾ എന്നിട്ടും വീഡിയോസ് ഇടാവുന്നത് നിർത്തിയിട്ടില്ല. അപ്പം നമ്മൾ ചാനൽ എന്തോ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ റവന്യൂ ഇനി കയറില്ല എന്നുള്ള രീതിയിൽ വീഡിയോസ് ഇടും, പക്ഷേ റവന്യൂ കയറില്ല, എന്തോ ചാനൽ പോയി അങ്ങനെ എന്തോ ഒരു രീതിയിലൊരു മെയിൽ വന്നു. അപ്പോൾ നമുക്ക് പരിചയമുള്ള 2 പേർക്ക് ഇത് അയച്ചു കൊടുത്തു, നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് സ്ട്രൈക്ക് അടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടോ അല്ല വരുന്നത്. ചിലപ്പം എന്തെങ്കിലുമൊക്കെ നമ്മളിടുന്ന വീഡിയോയുടെ കണ്ടൻറ്റും കാര്യങ്ങളിലും എന്തെങ്കിലും യൂട്യൂബിൻ്റെ ഇതിനെതിരായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരും എന്നവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ മോശപ്പെട്ട രീതിയിലുള്ള കണ്ടൻറ്റൊന്നും നമ്മളിതുവരെ ഇട്ടിട്ടില്ല. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മളെക്കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതുവരെയും വീഡിയോസായിട്ട് ഇട്ടിട്ടുള്ളത്. അങ്ങനെ യൂട്യൂബിൻ്റെ ഇതിന് എതിരായിട്ടുള്ള ഒരു കണ്ടൻറ്റ് നമ്മളിതുവരെ ഇട്ടിട്ടില്ല. നമ്മൾ മേക്കപ്പിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ യൂട്യൂബിൻ്റെ ഇതിന് മോശം വരുന്ന രീതിയിലുള്ള ഒരു കണ്ടൻറ്റ് നമ്മളിതുവരെ ചെയ്തിട്ടില്ല. പിന്നെ എന്താ നമ്മുടെ ചാനൽ പറ്റിയെന്ന് അറിയത്തില്ല. സംഭവം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ വരാനുണ്ടായ കാരണം നമുക്ക് ഇടയ്ക്ക് ഒരു മാസങ്ങളിൽ റവന്യൂ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ വീഡിയോസിൽ ചില സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളന്നേരം അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ സംഗതി എന്തോ ഇപ്പം ഇങ്ങനൊരു പണി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ചാനൽ, ഞാനൊരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് നടത്തുന്നൊരു ചാനലുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അതിലും വീഡിയോ ഇടുന്നുണ്ട്, ഇതിലും വീഡിയോ ഇടുന്നുണ്ട്. ഇതിൽ വീഡിയോ ഇടണം, ഇടാതിരിക്കില്ലെന്ന് പറഞ്ഞു. കാരണം ഇതിലും നമ്മൾ വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്കിപ്പോൾ ശരിയാക്കുന്ന സമയത്ത് ഉള്ള ഇതിൻ്റെ ഡോളർ അങ്ങോട്ടേക്ക് ആഡാവത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മാസം ഇപ്പോൾ ഇത്രയായിട്ട് ഇതുവരെ നമുക്ക് ഡോളറൊന്നും കയറിയിട്ടില്ല. അപ്പം ഇത് ശരിയാക്കി തരാമെന്നാണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ആൾക്കാർ പറഞ്ഞേക്കുന്നത്. എന്തായാലും ചാനൽ എന്തായാലും നമ്മൾ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്കൊപ്പം വേണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലും വീഡിയോസ് ഇടും, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചാനലിലും നമ്മുടെ വിശേഷങ്ങൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. കാരണം നമുക്ക് എന്തായാലും ഒരു വരുമാനം ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഹോസ്പിറ്റൽ ചിലവും കാര്യങ്ങളും നമുക്ക് ഓടിച്ചുകൊണ്ട് പോയാലേ പറ്റത്തുള്ളൂ. എന്തായാലും ഇതില്ലാതെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ചാനലിലും വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണാതിരിക്കില്ല. കാരണം ഇതിലും വീഡിയോസ് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ചാനൽ റിക്കവർ ചെയ്തെടുത്താലും നമുക്കാണെങ്കിൽ അതിൽ നിന്നുള്ളൊരു വരുമാനം കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കേരള ബ്രദേഴ്സ് എന്ന് പറയുന്ന ആ ചാനലിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിലും നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അതിൽ നമ്മുടെ വിശേഷങ്ങൾ തന്നെയാണ് അതിലും ഇടുന്നത്. ഇതിലിടുന്ന വീഡിയോസ് അല്ല അതിലിടുന്ന വ്യത്യാസമുണ്ട് വീഡിയോസ് ഇടുന്നതിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ കൂടെ ഒന്ന് നിൽക്കണം. നമ്മുടെ ഈ ഡോറ ബുജി ക്യൂട്ട് ഫാമിലി ആണെങ്കിലും കേരള ബ്രദേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. എന്നുവെച്ചാൽ പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പലരും ചാനൽ റിക്കവർ ചെയ്തെടുക്കാറുണ്ട്. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്കൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പം ചാനൽ കിട്ടാത്ത അവസ്ഥ വരാറുണ്ട്. പിന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും ചെയ്യാൻ കൊടുത്തിരിക്കുന്നവർ എന്തായാലും നമുക്ക് ചാനൽ റിക്കവർ ചെയ്തെടുത്ത് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്കൊപ്പം ഉണ്ടാവണം. അപ്പോൾ അത്രേ ഉള്ളൂ കൂട്ടുകാരെ.